ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. നെബാത്തിന്റെ മകനായ യൊരോബെയാം രാജാവിന്റെ 18-ാം ആണ്ടിൽ അബിയാം യഹൂദയിൽ വാണു തുടങ്ങി. അവൻ 3 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് മയഖ എന്നു പേർ. അവൾ അബീശാലോമിന്റെ മകൾ ആയിരുന്നു. തന്റെ അപ്പൻ മുമ്പേ ചെയ്തിരുന്ന സകല പാപങ്ങളിലും അവൻ നടന്നു. അവന്റെ ഹൃദയം അവന്റെ പിതാവായ ദാവീദിന്റെ ഹൃദയം പോലെ അവന്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. എങ്കിലും ദാവീദിൻ നിമിത്തം അവന്റെ ദൈവമായ യഹോവ അവന്റെ മകനെ അവന്റെ അനന്തരവനായി ഉയർത്തിയും യെരൂശലേമിനെ നിലനിർത്തിയും കൊണ്ട് അവൻ യെരൂശലേമിൽ ഒരു ദീപം നൽകി. ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഹിത്യനായ ഊരിയാവിന്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിലൊന്നും തന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല. രഹബയാമും യൊരോബെയാമും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു. അബീയാബിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അബിയാബും യൊരോബെയാമും തമ്മിലും യുദ്ധമുണ്ടായിരുന്നു. അബിയാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവർ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആസ അവന് പകരം രാജാവായി. ഇസ്രായേൽ രാജാവായ യൊരോബെയാമിന്റെ 20-ാം ആണ്ടിൽ ആസ യഹൂദയിൽ രാജാവായി. അവൻ 41 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് മയഖ എന്നു പേർ. അവൾ അബീശാലോമിന്റെ മകൾ ആയിരുന്നു. ആസ തന്റെ പിതാവായ ദാവീദിനെ പോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ പുരുഷ മൈഥുനക്കാരെ ദേശത്തു നിന്ന് പുറത്താക്കി തന്റെ പിതാക്കന്മാർ ഉണ്ടാക്കിയിരുന്ന സകല വിഗ്രഹങ്ങളെയും നീക്കിക്കളഞ്ഞു. തന്റെ അമ്മയായ മയഖ അശേരായ്ക്ക് ഒരു മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കിയിരുന്നത് കൊണ്ട് അവൻ അവളെ രാജ്ഞി സ്ഥാനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആസ അവളുടെ മ്ലേച്ഛ വിഗ്രഹം വെട്ടിമുറിച്ച് കിദ്രോൻ തോട്ടിനരികെ വെച്ച് ചുട്ടുകളഞ്ഞു. എന്നാൽ പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. എങ്കിലും ആസായുടെ ഹൃദയം അവന്റെ ജീവകാലത്തൊക്കെയും യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നു. വെള്ളി പൊന്നുപകരണങ്ങൾ എന്നിങ്ങനെ തന്റെ അപ്പൻ നിവേദിച്ചതും താൻ തന്നെ നിവേദിച്ചതുമായ വസ്തുക്കളെ അവൻ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. ആസായും ഇസ്രായേൽ രാജാവായ ബേശയും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു. ഇസ്രായേൽ രാജാവായ ബേശ യഹൂദായുടെ നേരെ വന്നു. യഹൂദ രാജാവായ ആസായുടെ അടുക്കൽ പോക്കുവരത്തിന് ആരെയും സമ്മതിക്കാതിരിക്കേണ്ടതിന് രാമായെ പണിതുറപ്പിച്ചു. അപ്പോൾ ആസ യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന എല്ലാ വെള്ളിയും പൊന്നും രാജധാനിയിലെ ഭണ്ഡാരവും എടുത്ത് തന്റെ ഭൃത്യന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ആസ രാജാവ് ദമ്മേശെക്കിൽ പാർത്ത് ഹെസ്യോന്റെ മകനായ തബ്രീമോന്റെ മകൻ ബെൻഹദദ് എന്ന അരാം രാജാവിന് അവയെ കൊടുത്തയച്ചു. എനിക്കും നിനക്കും എൻ്റെ അപ്പനും നിന്റെ അപ്പനും തമ്മിൽ സഖ്യതയുണ്ടല്ലോ. ഇതാ ഞാൻ നിനക്ക് സമാനമായി വെള്ളിയും പൊന്നും കൊടുത്തയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബേശ എന്നെ വിട്ടു പോകേണ്ടതിന് നീ ചെന്നവരോടുള്ള നിന്റെ സഖ്യത ത്യജിക്കണം എന്ന് പറയിച്ചു. ബെൻഹദദ് ആസാ രാജാവിന്റെ അപേക്ഷ കേട്ടു. തന്റെ സേനാപതികളെ ഇസ്രായേൽ പട്ടണങ്ങൾക്ക് നേരെ അയച്ച ഈയോനും ദാനും ആബേൽ ബെത് ബയഖായും കിന്നേരത്ത് മുഴുവനും നഫ്താലി ദേശമൊക്കെയും പിടിച്ചടക്കി. ബേശ അത് കേട്ടപ്പോൾ രാമ പണിയുന്നത് നിർത്തി തിർസായിൽ തന്നെ പാർത്തു. ആസാ രാജാവ് ഒരു വിളംബരം പ്രസിദ്ധമാക്കി ഒട്ടൊഴിയാതെ യഹൂദയെ മുഴുവനും വിളിച്ചുകൂട്ടി. അവർ ചെന്ന് ബേശ പണിതുറപ്പിച്ച രാമായുടെ കല്ലും മരവും എടുത്തുകൊണ്ടുവന്നു. ആസാ രാജാവ് അവ കൊണ്ട് ബെന്യാമിനിലെ ഗേബയും മിസ്പായും പണിതുറപ്പിച്ചു. ആസായുടെ മറ്റുള്ള സകല വൃത്താന്തങ്ങളും അവന്റെ സകല പരാക്രമ പ്രവൃത്തികളും അവൻ ചെയ്തതൊക്കെയും അവൻ പട്ടണങ്ങൾ പണിതതും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ അവന്റെ വാർദ്ധക്യ കാലത്ത് അവന്റെ കാലുകൾക്ക് ദീനം പിടിച്ചു. ആസ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. തന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ യഹോശാഫാത്ത് അവന് പകരം രാജാവായി. യഹൂദ രാജാവായ ആസായുടെ 2-ാം ആണ്ടിൽ യൊരോബെയാമിന്റെ മകനായ നാദാബ് ഇസ്രായേൽ രാജാവായി. അവൻ 2 സംവത്സരം ഇസ്രായേലിൽ വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തന്റെ അപ്പന്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിൽ നടന്നു. എന്നാൽ ഇസ്സാഖാർ ഗോത്രക്കാരനായ അഹീയാവിന്റെ മകനായ ബേശ അവന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി. ഫെലിസ്തീർക്കുള്ള ഗിബെഥോനിൽ വെച്ച് അവനെ കൊന്നു. നാദാബും എല്ലാ ഇസ്രായേലും ഗിബെഥോനെ വളഞ്ഞിരിക്കുകയായിരുന്നു. ബേശ അവനെ യഹൂദ രാജാവായ ആസായുടെ 3-ാം ആണ്ടിൽ കൊന്നു. അവന് പകരം രാജാവായി. അവൻ രാജാവായ ഉടനെ യൊരോബെയാം വിഗ്രഹത്തെ മുഴുവനും നിഗ്രഹിച്ചു. യഹോവ ശീലോന്യനായ അഹീയാവെന്ന തന്റെ ദാസൻ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അവൻ യൊരോബെയാമിന് ശ്വാസമുള്ള ഒന്നിനെയും ശേഷിപ്പിക്കാതെ അശേഷം മുടിച്ചു കളഞ്ഞു. യൊരോബെയാം ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ പാപങ്ങൾ നിമിത്തവും അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചത് നിമിത്തവും തന്നെ നാദാബിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും
അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ആസായും ഇസ്രായേൽ രാജാവായ ബേശയും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു. യഹൂദ രാജാവായ ആസായുടെ 3-ാം ആണ്ടിൽ അഹീയാവിന്റെ മകനായ ബേശ എല്ലാ ഇസ്രായേലിനും രാജാവായി തിർസായിൽ 24 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യെരോബെയാമിന്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്നു. വായിച്ചതായ തിരുവചനങ്ങളാൽ പരിശുദ്ധനായ ദൈവം നമ്മെ ശ്രേഷ്ഠകരമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.